നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ വാരഫലം, ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 29 ബുധനാഴ്ച മുതലുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു ശുഭാശുഭ ഫല ചർച്ച ചെയ്യുമ്പോൾ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. ഇടവൻ രാശിയിൽ ചൊവ്വ, മിഥുനത്തിൽ ബുധൻ, കർക്കിടകത്തിൽ സൂര്യനും വ്യാഴവും, ചിങ്ങത്തിൽ ശുക്രനും കേതുവും, മകരത്തിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയുമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ അതെപ്രകാരം ഓരോ രാശിക്കാർക്കും അവരുടെ രാശിക്ക് അനുസൃതമായ ഫലത്തെ, ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ചർച്ചയാണ് നാം ചെയ്യുന്നത്. ഈ വാരത്തിൽ മകരൻ രാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രൻ, 2ാം ഭാവത്തിൽ രാഹു, 3ാം ഭാവത്തിൽ ശനി, പഞ്ചമം 5ാം ഭാവത്തിൽ ചൊവ്വ, 6ാം ഭാവത്തിൽ ബുധൻ, 7ാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം, അഷ്ടമത്തിൽ ശുക്രൻ കേതു. മകരൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് ഒരു കേസരി യോഗമുണ്ട്. രാശിക്ക് ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം വരുന്നതിനെയാണ് നാം കേസരി യോഗം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ മകരൻ രാശിക്കാർ ലഗ്നത്തിലെ ചന്ദ്രൻ വരുമ്പോൾ വിദുർഗോ കുളിരാജകസൻവപുസ്തോ ധനാധ്യച്ഛം ആനന്ദ ലാവണ്യപൂർണ്ണം. ചന്ദ്രൻ എപ്പോഴും മേടത്തിലോ തൻ്റെ ഉച്ചക്ഷേത്രമായ ഇടവത്തിലോ സ്വക്ഷേത്രമായ കർക്കിടകത്തിലോ നിൽക്കുകയാണെങ്കിൽ അത് വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യും. മറിച്ച് മറ്റേത് ക്ഷേത്രത്തിൽ വന്നാൽ എന്താണ് ഫലം പറഞ്ഞിരിക്കുന്നത്? വിദത്തേതമം ക്ഷീണദേഹം ദരിദ്രം. സാമ്പത്തിക വിഷയത്തിലുള്ള ക്ലേശങ്ങൾ, ക്ഷീണദേഹം, ശാരീരിക ക്ഷതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വൈയായികകൾ വരിക, ജഡം ശ്രോത്രഹീനം നരം ശേഷലഗ്നെ. ഒരു ശാരീരികമായ അവസ്ഥ, ജഡത്വമായൊരവസ്ഥ, സ്വതേ ക്ഷീണത്തെ പ്രദാനം ചെയ്യും ലഗ്നത്തിലെ ചന്ദ്രൻ. ഇവിടെ തൻ്റെ ശാരീരിക ക്ഷീണത്തിനപ്പുറം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തൻ്റെ മക്കളുടെ ആരോഗ്യപരമായ വിഷയമാണ്. ഗർഭിണികൾക്ക് ഗർഭം അലസിപ്പോകുന്ന വാരമാണിത് മകരൻ രാശിക്കാർ. 5ാം ഭാവത്തിൽ ചൊവ്വ, 5ാം ഭാവാധിപനാണെങ്കിലോ അങ്ങേയറ്റം ദുർബലമായി 8ാം ഭാവത്തിൽ രാഹുവോടുകൂടി. പലപ്പോഴും മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുന്ന ധാരാളം ക്ലേശങ്ങൾ, മാനസിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടുന്ന സമയമാണ്. മക്കളുമായി പരസ്പരം അകന്നു നിൽക്കുന്ന അവസ്ഥ വരും. പരസ്പരം വലിയ പ്രയാസങ്ങൾ നേരിടും. അതിനു പുറമെ മക്കൾ ആരെയെങ്കിലും കാണുക, ഇഷ്ടപ്പെടുക, പ്രണയിച്ചു പോവുക, വലിയ ചില പ്രണയബന്ധത്തിലൊക്കെ പെട്ട് ആ ഗാർഹികമായ അന്തരീക്ഷത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു വാരത്തിൽ വലിയ ബുദ്ധിമുട്ടുകളുടെ വാരമാണ്. ശാരീരികമായ ഡയാലിസിസ് പേഷ്യൻസാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഡയാലിസിസ് ഓർഗൻസ് ഒക്കെ വലിയ ബുദ്ധിമുട്ട് വരും. ഷുഗർ പേഷ്യൻസ്, ഡയബറ്റിക്സ് പേഷ്യൻസ്, ഷുഗർ 2ാം ഘട്ടത്തിലേക്ക് പോകുന്നൊരു സമയമാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡുമായി ബന്ധപ്പെടുന്ന സർജറി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് അതിൻ്റെ ക്ലേശങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടേ മതിയാവുകയുള്ളൂ. ഇവിടെ 7ാം ഭാവത്തിൽ വ്യാഴമുള്ളതുകൊണ്ട് പലപ്പോഴും സഹോദര ഗുണം, അപ്രകാരത്തിന് ചില വിവാഹ തീരുമാനങ്ങളിലൊക്കെ പങ്കെടുക്കുക, സഹോദരൻ്റെ സന്താനങ്ങൾക്കുണ്ടാവുന്ന വിവാഹ വിഷയങ്ങളൊക്കെ വളരെ അനുകൂലമായി വരുന്ന സമയമാണ്. അനാവശ്യമായ ചില ഈഗോ തന്നെ ഭരിച്ച് പലപ്പോഴും നല്ല ഫംഗ്ഷനുകളൊക്കെ വരുമ്പോൾ വിട്ടു നിൽക്കുക, മാറി നിൽക്കുക, ഇങ്ങനെയുള്ള അനാവശ്യമായ വാശി പ്രകടിപ്പിക്കുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഈ വാരം നേരിടും. ആ വിഷയത്തിലും ശ്രദ്ധിക്കണം. എങ്കിലും ആ 7ാം ഭാവത്തിലൊരു കേസരി യോഗത്തോടു കൂടി നിൽക്കുന്ന വ്യാഴം പല പ്രതിബന്ധങ്ങളിലും ഒരു സഹായിയായി വർത്തിക്കുന്നതാണ്. അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതിക്ക് വെള്ളിയാഴ്ച നാളികേരം അടിക്കുന്നത് വളരെ നല്ലതാണ്. നാളികേരം മുടക്കുക ഗണപതിക്ക്. ഓം ഗം ഗണപതിയെ നമഃ എന്ന മന്ത്രം. അപ്രകാരം തന്നെ ദേവീക്ഷേത്രത്തിൽ ആരോഗ്യ വിഷയത്തിൽ ദേഹമുട്ടി ചെയ്യുന്നത് വളരെ അനുകൂലമായി വർത്തിക്കുന്നതാണ്. നന്ദി, നമസ്തേ.